നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ടെത്തുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എൻ്റെ ഒരു അനുജൻ്റെ സ്ഥാനമുള്ള നിങ്ങൾക്ക് ചാനലിലൂടെ ഏറെ സുപരിചിതനാണ്. ഞാൻ പ്രത്യേകിച്ച് പേരുപോലും പറയേണ്ട കാര്യമില്ല, പ്രിയപ്പെട്ട കൊച്ചു പ്രദീപ്. പ്രദീപിനോടൊരു ചോദ്യം. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചാനലിൽ വരുന്നതിന് മുമ്പ് തന്നെ വേദികളിൽ അല്ലേ സജീവമായിട്ട് പാട്ടും കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ട്, അപ്പോൾ അന്നൊക്കെ കുറേ നമ്മൾ അലഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾ എവിടെ ചെന്നാലും പ്രദീപിനെ തിരിച്ചറിയുന്നതും. ശരിക്കും പറഞ്ഞാൽ 26 കൊല്ലം കഴിഞ്ഞു. 26 കൊല്ലം കഴിഞ്ഞു. 26 കൊല്ലം. ഈ 26 കൊല്ലം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ മിമിക്രി അല്ലെങ്കിൽ ഈ ഹാസ്യ പരിപാടി കൊണ്ട് പ്രിയപ്പെട്ട പ്രദീപ് നേടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ സ്നേഹം നേടാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ അതെ. ഇപ്പൊ 25-26 കൊല്ലമായിട്ട് നമ്മൾ മിമിക്രിയും കൊണ്ട് നടന്നെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം മേടിക്കാൻ പറ്റിയത് ഇത്തവണ. പിന്നെ ഇപ്പൊ ഇതിപ്പോ മൊത്തം 3 സെന്റ് സ്ഥലം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ മഹാസംഘടന ഒരു വീട് വെച്ച് തന്നു. അതിന് കൈത്തങ്ങായിട്ട് കൂടെ വന്നത് ഫ്ലവേഴ്സ് ചാനല്, നമ്മുടെ അർജുൻ സാറ്. എന്തായാലും ഇന്നിപ്പോ തറക്കല്ലിടുന്ന ചടങ്ങായിരുന്നു. മക്കള് 2 പേരാണ്. മൂത്താള് കാശിനാഥൻ, 10 വയസ്സ് കഴിഞ്ഞു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ബദരിനാഥൻ, അപ്പൊ 6 വയസ്സ്. വൈഫ് അശ്വതി, ഹൗസ് വൈഫ്. കടയിട്ടു. ഇപ്പൊ പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. ഞാനാണ് ശരിക്കും വൈഫ് ഹൗസിൽ. വൈഫ് ഹൗസ് വൈഫും ഞാൻ വൈഫ് ഹൗസിലും. അപ്പൊ വൈഫ് ഹൗസിൽ നിന്ന് മാറി ഇപ്പൊ ഓൺ ഹൗസ് ആവാൻ പോണ സന്തോഷം. അപ്പൊ എന്തായാലും പ്രദീപ് എനിക്ക് തോന്നുന്നു എനിക്ക് മിമിക്രി നന്നായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നന്നായിട്ട് കോമഡി സ്കിറ്റുകൾ ചെയ്യുന്നത് എല്ലാവരും എപ്പിസോഡെല്ലാം വൈറലാണ്. പക്ഷെ എനിക്ക് അതേപോലെ അതിന് ഇഷ്ടമാണ് പ്രദീപിന്റെ പാട്ടുകളും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി. തീർച്ചയായിട്ടും. കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിൻ്റെ കാവാണേ കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിൻ്റെ കാവാണേ. അടിപൊളി. 2 വരിയിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷത്തോടു കൂടി ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഈ പുതിയ വീട്ടിൽ താമസിക്കാനും മക്കളൊക്കെ നല്ല നിലയിലാകാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം പ്രദീപിന്റെ കലായാത്ര അനുസ്യൂത എല്ലാവരും ചിരിപ്പിച്ച് മുന്നേറട്ടെ എന്നും ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം ചേട്ടാ. നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് ചേട്ടാ.